പാലക്കാട് ശേഖരീപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കൽപ്പാത്തി തോടുപാലവും കഴിഞ്ഞാൽ നമ്മളുടെ ചാത്തപുരം എത്തുന്നതിന് മുമ്പ് കാണുന്ന ഒരു ബോർഡാണ് ഇത്. ശ്രീ പേച്ചിയമ്മൻ ക്ഷേത്രം. എന്താണ് പേച്ചിയമ്മൻ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ, പാലക്കാടുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി ധാരണ ഉണ്ടാകണം എന്നില്ല. എങ്കിൽ കൂടിയും ഒരുപാട് ഭക്തജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കുളാലപാലയം എന്നായിരുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. കുളാലയപാളയം ഇപ്പോൾ അറിയപ്പെടുന്നത് പേച്ചിയമ്മൻ നഗർ എന്നാണ്. കൽപ്പാത്തിയിലെ പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് വന്ന തമിഴ് വംശജരാണ് ഈ ഒരു പേച്ചിയമ്മൻ നഗറിലെ താമസക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ശ്രീ വിശ്വനാഥൻ്റെ ആവാസ സ്ഥലമാണ് എന്നും പറയപ്പെടുന്നു. ശ്രീ വിശ്വനാഥൻ്റെ അമ്പലത്തിൻ്റെ പണികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും വന്ന തമിഴ് ജനങ്ങൾ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും തങ്ങളുടെ ആരാധനാമൂർത്തിയായ പേച്ചിയമ്മനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിലാണ് ഭക്തജനങ്ങൾ ഒരുപാടായി ഈ ക്ഷേത്രം സന്ദർശിക്കാൻ, ഈ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തുന്നത്. പേച്ചിയമ്മൻ ക്ഷേത്രം എന്ന് നമ്മൾ കണ്ട ആ ബോർഡിൻ്റെ അവിടെ നിന്നും മെയിൻ റോഡിൽ നിന്നും കുറച്ചു ദൂരം ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. എൻ്റെ സഞ്ചാരങ്ങൾക്ക് ഇടയിൽ പലപ്പോഴും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ബോർഡ് കാണുകയുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇതാദ്യമായാണ് നമ്മൾ ഈ ഒരു ക്ഷേത്ര പരിസരത്തേക്ക് ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയി ഒരു വീഡിയോ എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വരുന്നത്. പേച്ചിയമ്മൻ നഗർ എന്ന ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് റോഡിന് ഇരുവശത്തും ചെറുതും വലുതുമായിട്ടുള്ള പല രീതിയിലുള്ള വീടുകളാണ്. നമ്മൾക്ക് കുറേ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും തമിഴ് രീതിയിലുള്ള മാതൃകയിലുള്ള ഒരു തമിഴ്നാടിൻ്റെ ഉള്ളിലേക്ക് പോയാലുള്ള അനുഭവം മാതിരി. ആദ്യമായിട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അവരോടെല്ലാം വഴി ചോദിച്ചാണ് നമ്മളുടെ ഈ ഒരു യാത്ര. അതോടൊപ്പം തന്നെ കാണുന്നവരോടെല്ലാം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെയും പേച്ചിയമ്മൻ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെയും ഐതിഹ്യം, ആ ഒരു ദേവതയുടെ ഐതിഹ്യം ഇതെല്ലാം ചോദിച്ച് അറിയുകയുണ്ടായി. വലത്തോട്ടേക്ക് ഇനി റോഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. കടയിൽ ചോദിച്ച് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ അവർ കടയിൽ നിന്ന് തന്നെ ചൂണ്ടി നമ്മൾക്ക് ക്ഷേത്രം കാണിച്ചു തന്നു. ഈ ഒരു കടയുടെ സ്ഥലത്തു നിന്നും നോക്കിയാൽ കാണാവുന്ന അത്ര ദൂരത്തിലാണ് ക്ഷേത്രമുള്ളത്. അപ്പോൾ നമ്മൾ ശ്രീ പേച്ചിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാം ആ ഒരു മഞ്ഞ കളറിലുള്ള മതിൽ. അതാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട്. നമ്മൾക്കിനി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏതൊരു ക്ഷേത്രം എടുത്താലും മുഖ്യ പ്രതിഷ്ഠയും അതിനോട് ഒപ്പം തന്നെ കുറച്ച് ഉപപ്രതിഷ്ഠകളും 4-5 ഉപപ്രതിഷ്ഠകളും മറ്റുള്ള ദേവതകളും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നതാണ്. എന്നാൽ ഇത്രയധികം ഉപദേവതകളുള്ള ഒരു ക്ഷേത്രം ആദ്യമായിട്ടാണ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾക്ക് എന്തായാലും ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനും ഒന്നും അനുവാദമില്ല. ക്ഷേത്രത്തിന് മുൻവശത്ത് എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് കാണാം വഴിപാടുകൾ എന്ന് എഴുതി വെച്ച് ഒരു വലിയൊരു ബോർഡ്. അതിൽ മലയാളത്തിനുള്ള ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അടുത്ത് തമിഴിലും എഴുതിയിരിക്കുന്നതിൽ നിന്നും നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ ഉള്ളവർ മുഴുവൻ തമിഴ് വംശജരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തമിഴിലും കൂടെ ആ ഒരു വഴിപാടുകളുടെ ലിസ്റ്റ് എഴുതി വച്ചിരിക്കുന്നത്. ഗണപതി, സുബ്രഹ്മണ്യൻ, സന്യാസി, പെരിയ പേച്ചി, മാടൻ, കറുപ്പസ്വാമി, പാപ്പാത്തിയമ്മ, സംഗിലിക്കറുപ്പൻ, കുങ്കുമപ്പേച്ചി എന്നിങ്ങനെയുള്ള 25 ഉപമൂർത്തികളോടെ അകമ്പടിയോടെയാണ് ശ്രീ പേച്ചിയമ്മൻ ഇവിടെ വസിക്കുന്നത്. രൗദ്രഭാവമാണ് പേച്ചിയമ്മയുടെ പ്രതിഷ്ഠയ്ക്ക്. എങ്കിലും പേച്ചിയമ്മ വളരെ കരുണാമയിയാണ്, ദയാമയിയാണ്, ദയുള്ളവളാണ് എന്നെല്ലാം ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ഒരു കയ്യിൽ
ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തിയും ഇല്ലെങ്കിൽ എല്ലാ ദുഷ്ടതയെയും ഞെരിച്ചു പിടിക്കുന്നതായും ഒരു കയ്യിൽ കാരുണ്യത്തിൻ്റെ അടയാളമെന്നുള്ള നിലയിൽ ഇല്ലെങ്കിൽ കരുതലിൻ്റെ ഒരു അടയാളമെന്നുള്ള നിലയിൽ ഒരു ചെറിയ കുട്ടിയെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് മാതിരിയുമാണ് പേച്ചിയമ്മൻ എന്നുള്ള പ്രതിഷ്ഠ ഉള്ളത്. പേച്ചിയമ്മ എന്നുള്ള ഒരു സങ്കല്പം ഇല്ലെങ്കിൽ പേച്ചിയമ്മ എന്നുള്ള ആ ഒരു മൂർത്തിയുടെ മേലുള്ള വിശ്വാസം അത് എത്രത്തോളം വലുതാണ് എന്നറിയാൻ നമ്മൾ ഈ പേച്ചിയമ്മൻ നഗറിൽ തന്നെ പോയി കാണേണ്ടതാണ്. തങ്ങളുടെ ഏതുവിധ ദുരിതങ്ങളിൽ നിന്നും തങ്ങളെ പേച്ചിയമ്മ രക്ഷിക്കും, ഞങ്ങളെ കൈപിടിച്ചുണർത്തും എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഉള്ളത്. വടക്കോട്ടേക്ക് ദർശനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. ഇവിടുത്തെ പൂജാവിധികളും അതേപോലെ തന്നെ ഇവിടുത്തെ വഴിപാടുകളും എല്ലാം തന്നെ കുറച്ച് വിചിത്രമായിട്ടുള്ള ഇല്ലെങ്കിൽ പ്രത്യേകതയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വരുന്ന ഭക്തരിൽ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളാണ്, പ്രത്യേകിച്ചും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ. അതേപോലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയും മറ്റും, സാരി അതെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ഫ്രണ്ട്സ്, വളരെയേറെ പ്രത്യേകതകളുള്ള പാലക്കാടിലെ ശ്രീ പേച്ചിയമ്മൻ ക്ഷേത്രം എന്നുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതിൻ്റെ ഒരു കാര്യങ്ങളുമെല്ലാം പറയുക ഇല്ലെങ്കിൽ അത് നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കിടുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളുടെ ശിവ ഫുഡ് ആൻഡ് ജേണി എന്നുള്ള ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയും ഇതിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയുമെല്ലാം മറ്റുള്ളവർക്ക് കൂടെ അറിയിച്ചു കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ, എൻജോയ്.